ഒരു മുജാഹിദിന്റെ ശരാശരി ബുദ്ധി എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? നബിദിനവുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കാറുള്ളത് നബിതങ്ങൾ ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നാണ്. ഇസ്ലാമിൽ ഒരു കാര്യം നിയമമാവുന്നത് ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഈ നാലാൽ ഒരു കാര്യം കൊണ്ട് സ്ഥിരപ്പെടലിലൂടെയാണ് എന്ന അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തിടത്ത് നിന്നാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടാണ് അങ്ങയെ ഞാൻ ഇറക്കിയിട്ടുള്ളത്. ഇതറിയുന്ന നാം ഓരോരുത്തരും ആ അനുഗ്രഹത്തിന് വേണ്ടി നന്ദി ചെയ്യണം. ആ നന്ദിയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. ഈ നന്ദി പ്രകടനം എല്ലാ സമയത്തും ചെയ്യാവുന്നതാണ്. മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറയലും പാടലും ദാനധർമ്മം ചെയ്യലും അതിനുവേണ്ടി വേദിയൊരുക്കലും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മുത്തുനബിയും സ്വഹാബികളും തന്നെയാണ് മാതൃക. ഈ സമയത്തും അവർ ചോദിക്കും, മുത്തുനബി അല്ലേ നമുക്ക് മാതൃക? മുത്തുനബി ഇത് ചെയ്തിട്ടില്ലല്ലോ, അതിന് തെളിവുണ്ടോ? എങ്കിൽ ഈന്തപ്പന കൊണ്ടുള്ള പള്ളികളും മരത്തണലിലും വീടുകളിലും ഇരുന്നുള്ള സംഗമങ്ങളുമാണ് മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്നത്. വർഷം തികയുമ്പോഴുള്ള വാർഷികങ്ങൾക്കും ഇന്ന് കാണുന്ന പള്ളികൾക്കും സംഘടനകൾക്കും ആരാണ് മാതൃക? ഇതിനെന്താണോ മറുപടി, അതുതന്നെയാണ് നബിദിനത്തിനുമുള്ള മറുപടി. കേവലം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ചോദിക്കേണ്ടി വരില്ല.